വിശുദ്ധ ഗ്രന്ഥത്തിൽ കാർമൽ മലയെക്കുറിച്ച് പല സ്ഥലങ്ങളിലും പരാമർശിച്ചിട്ടുള്ളതായി നമുക്കറിയാം. 12-ാം നൂറ്റാണ്ടിൽ ഒരു കൂട്ടം സന്യാസിമാർ ആ മലനിരകളിലേക്ക് പിൻവാങ്ങുകയും ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥതയിൽ ധ്യാനാത്മകമായ ജീവിതം നയിക്കാനായി കാർമലൈറ്റ് സഭയ്ക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു. ഇന്ന് കാർമൽ മലയിലെ പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തി ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ബ്രൗൺ സ്കാപ്പുലർ എന്ന പേരിൽ അറിയപ്പെടുന്ന കാർമലിലെ പരിശുദ്ധ മാതാവിന്റെ ഉത്തരീയത്തെക്കുറിച്ച് ഭൂരിഭാഗം വിശ്വാസികൾക്കും അറിവുള്ളതാണ്. കുരിശ് യുദ്ധത്തിൽ പങ്കാളിയായിരുന്ന ബെർത്തോൾഡിന്റെ പ്രയത്നത്താൽ കാർമൽ മലയിൽ താമസിച്ചിരുന്ന ഒരു വിഭാഗം സന്യാസിമാർ 1150 പാശ്ചാത്യ രീതിയിലുള്ള ഒരു സന്യാസ സഭയായി രൂപപ്പെട്ടു. എന്നാൽ സാരസൻസിന്റെ എതിർപ്പ് സഹിക്കുവാൻ കഴിയാതെയായപ്പോൾ ആ സന്യാസിമാർ പതിയെ യൂറോപ്പിലേക്ക് കുടിയേറി. പിന്നീട് 1125 ജൂലൈ 16 രാത്രിയിൽ പരിശുദ്ധ കന്യകാമാതാവ് പരിശുദ്ധ പിതാവ് ഹോണോറിയസ് മൂന്നാമന് പ്രത്യക്ഷപ്പെടുകയും കർമ്മലീത്ത സഭയെ അംഗീകരിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നിരുന്നാലും കർമ്മലീത്ത സഭക്കാർ നിരന്തരം അവഹേളനങ്ങൾക്ക് പാത്രമാകുന്നതിനാൽ സഭയുടെ 6ാമത്തെ ജനറൽ ആയിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് തങ്ങളുടെ സംരക്ഷണത്തിനാവശ്യമായ പ്രത്യേക അടയാളം നൽകി അനുഗ്രഹിക്കുവാൻ പരിശുദ്ധ മാതാവിനോട് നിരന്തരം അപേക്ഷിച്ചുകൊണ്ടിരുന്നു. അതേ തുടർന്ന് 1251 ജൂലൈ 16 പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം നൽകിക്കൊണ്ട് തന്റെ മാതൃപരമായ സ്നേഹത്തിന്റെ സവിശേഷ അടയാളമായി നിർദ്ദേശിച്ചു. മകനെ, ഇത് നിനക്കും കർമ്മലീത്താക്കാർക്കും നൽകപ്പെടുന്ന വിശേഷ അനുഗ്രഹമാണ്. ഇത് ധരിച്ചുകൊണ്ട് മരിക്കുന്ന ഒരുവനും നിത്യമായ അഗ്നിയിൽ സഹനം അനുഭവിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ നിനക്ക് ഉറപ്പു തരുന്നു. ഇപ്രകാരം പറഞ്ഞ പരിശുദ്ധ അമ്മ ഉത്തരീയം നൽകി. അതിനാലാണ് കർമ്മലമാതാവിന്റെ തിരുനാൾ ഉത്തരീയത്തിന്റെ തിരുനാൾ എന്നുകൂടി അറിയപ്പെടുന്നത്. 1332 കാർമലിലെ പരിശുദ്ധ മാതാവിന്റെ തിരുനാൾ കർമ്മലീത്ത സന്യാസിമാർക്കിടയിൽ സ്ഥാപിതമാവുകയും പിന്നീട് 1726 ബെനഡിക്ട് 13 ഈ തിരുനാളിനെ ആഗോള കത്തോലിക്ക സഭയുടെ തിരുനാളാക്കി മാറ്റുകയും ചെയ്തു. അനേകം സഭകളിൽ ഉത്തരീയം അവരുടെ സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ്. എന്നാൽ കർമ്മലീത്ത സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വിശേഷ ലക്ഷണമാണ് ഉത്തരീയം. ഉത്തരീയം വഴിയുള്ള അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഉത്തരീയത്തിന്റെ ഒരു ചെറിയ പതിപ്പ് അൽമായരായ ആളുകൾക്കും നൽകപ്പെട്ടു. ഉത്തരീയം സ്ഥിരമായി ഉപയോഗിക്കുന്നത് വഴി ശുദ്ധീകരണ സ്ഥലത്ത് നിന്നുള്ള മോചനം എളുപ്പത്തിൽ സാധിക്കും. ഉത്തരീയം ധരിക്കുന്നവർ പെട്ടെന്ന് തന്നെ ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നിയിൽ നിന്നും മോചിപ്പിക്കപ്പെടുമെന്ന് ജോൺ 22 മാർപ്പാപ്പയുടെ ഔദ്യോഗിക എഴുത്തിൽ പറഞ്ഞിരുന്നു. പാപ്പ പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തെ 1908 ജൂലൈ 4 സവിശേഷ പുണ്യങ്ങളുടെ വിശുദ്ധ സമിതി സ്ഥിരീകരിക്കുകയും അതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്കും ഈ ഉത്തരീയ ഭക്തി പ്രചരിപ്പിക്കുകയും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉത്തരീയം ധരിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർമ്മലനാഥേ ധന്യേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്ക സ്നേഹനാഥ.